UDF-ഉം BJP തമ്മിലുള്ള മത്സരം. സന്ദീപ് വാര്യർ കാലുമാറിയത് കോൺഗ്രസിനും BJP-ക്കും ഒക്കെ എന്തെങ്കിലും എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ? രണ്ടുപേരും ഭരിക്കുന്നുണ്ട് ഇവിടെ, ഒന്നും ചെയ്തു തന്നിട്ട്. എന്തായാലും പാലക്കാട് ഇപ്രാവശ്യം സരിൻ വിജയിച്ച് നിയമസഭയിലേക്ക്. ഇപ്പൊ ഇവിടെ എന്താ അവസ്ഥ? ഇപ്പൊ മോശം. ഷാഫി പറമ്പിൽ ഒരു വർഗീയ എഫക്ട് ആയിരുന്നു. കല്ലേക്കട് പാളയ റോഡ് ഒന്ന് ആര് വന്നിട്ടും ഇന്നുവരെയ്ക്ക് റോഡ് വൃത്തിയായിട്ടില്ല. ലെഫ്റ്റ് റൈറ്റും അമർത്ത് ഇനി ഒരു പുതിയ പാർട്ടി അങ്ങനെയെങ്കിലും വികസനം കിട്ടുമോ നോക്കാലോ. നമസ്കാരം. കേരളക്കര ഒട്ടാകെ നോക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാടിന്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പാലക്കാട് എന്താണ് സംഭവിക്കുക, ആർക്കാണ് പാലക്കാട് മണ്ഡലത്തിൽ സാധ്യത എന്ന് പാലക്കാട്ടെ ജനങ്ങളോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കുന്നത്? മൂന്ന് കൂട്ടരുണ്ട്. പക്ഷെ രാഹുലാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. രാഹുലിനാണ്. എത്ര വോട്ടൊക്കെ മാക്സിമം ഒരു അഞ്ച് കണക്കാക്കാം. 5,000 വോട്ട് മതി കിട്ടും. ജയിക്കുമല്ലോ. ഒരു ഷാഫി പറമ്പിൽ എഫക്ട് ഇപ്പോഴും പാലക്കാട് ഉണ്ടോ? പിന്നെ ഉണ്ടോന്നോ, ആകെ അവനാണ് അതിന്റെ മെയിൻ ആള്. രാഹുൽ ഭയങ്കര ഇഷ്ടമല്ല ഇപ്പോഴൊന്നുമല്ല, ടൗണിൽ ആർക്കും അവന് തന്നെ ഇഷ്ടം. എന്തിനാ പറഞ്ഞ മൂത്തമാർക്ക് അടക്കം തന്നെ ഇഷ്ടം. അല്ല, നമ്മളെ ഇപ്പൊ സന്ദീപ് വാര്യർ ഇപ്പൊ പാർട്ടിക്ക് വന്നല്ലോ, ഏതെങ്കിലും രീതിയിൽ ഉപകാരം ചെയ്യുക ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. ഈ സാധ്യത അവരില്ല, കാരണം അവൻ നല്ലൊരു വ്യക്തിയാണ്, അത് വേറെ വിഷയം. പക്ഷെ അതിൽ പോയപ്പോ BJP പോയപ്പോ അതിന്റെ അതാണ്. അപ്പൊ അതിൽ പോയപ്പോ അവർക്ക് ആ പാർട്ടിനോട് കൂടിയല്ലേ പറയാൻ പറ്റുള്ളൂ. BJP-കാരനാന്നുള്ളൊരു പ്രശ്നം മൂപ്പർക്കുണ്ടായിരുന്നുള്ളൂ. ആട്ടൊക്കെ തിരുത്തി, നല്ല തിരുത്തി, കാരണം അവർക്ക് കുറ്റബോധം വന്നത്. പിന്നെ ഇവിടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും? പ്രവർത്തനം ഇപ്പൊ ഞങ്ങളിപ്പോ മറ്റുള്ളവരാണ്, നല്ല പ്രവർത്തനമാണ്. രാഹുലിന് 3 കൂട്ടരും ആകുന്നില്ല. LDF-ഉം BJP ഒന്നും വഹിക്കില്ല. ഇല്ല, അത് രാഹുൽ തന്നെ. കോൺഗ്രസ് മാത്രമേ. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? ത്രികോണ മത്സരം പാലക്കാട് ഇപ്പൊ നടക്കാൻ പോകുന്നില്ല. പാലക്കാട് ഇടതുപക്ഷം വളരെ ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം വിജയിക്കാൻ പോകും. ഡോക്ടർ സരിൻ വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം? 5,000 മുതൽ 10,000 വരെയുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. അവസാനം അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് നാളത്തോടു കൂടി ഇവിടെ പാർട്ടിയിലൊക്കെ ഇതിന്റെ കണക്ക് പുറത്തു വരുന്നു. സന്ദീപ് വാര്യർ കാലുമാറിയത് കോൺഗ്രസിനും BJP-ക്കും ഒക്കെ എന്തെങ്കിലും എഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടോ? സന്ദീപ് വാര്യർ കാല് മാറിയത് അവർക്ക് എഫക്ട് ചെയ്യുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഇടതുപക്ഷത്തിന് സന്ദീപ് വാര്യരും അതുപോലെ BJP-യും ഒക്കെ തമ്മിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസം ഇടതുപക്ഷത്തിന് അത് മുൻതൂക്കം നേടുക തന്നെ ചെയ്യും. എന്ത് വികസനമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ? സരിൻ വളരെ കൃത്യമായി ഇടതുപക്ഷവും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വലിയ വികസനം തന്നെയാണ് പാലക്കാട്. ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വലിയ വികസനത്തിന്റെ കുതിപ്പ് വരുന്ന ഒരു വർഷക്കാലം വലിയ കുതിപ്പ് ഉണ്ടാവും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ വിജയം ഞങ്ങൾക്ക് ഉണ്ടാവും. ജനങ്ങൾ വലിയ കരുത്താണ് ഞങ്ങൾ സ്ക്വാഡുമായി വീടുകളിൽ പോകുമ്പോൾ. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും സരിനും അടക്കമുള്ള ആളുകൾ, സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ജനങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ മുന്നേറ്റം ഞങ്ങൾക്ക് അതിൽ കാണുന്നുണ്ട്. എന്തായാലും പാലക്കാട് ഇപ്രാവശ്യം സരിൻ വിജയിച്ച് നിയമസഭയിലേക്ക്. ബൈ ഇലക്ഷൻ ആകുമ്പോൾ പൊതുവെ പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ബൈ ഇലക്ഷനിൽ ഇവിടെ പാലക്കാട് ജില്ലയിൽ കുറയാനുള്ളൊരു സാധ്യത കാണുന്നില്ല. ആളുകളെല്ലാം തന്നെ വളരെ ആവേശത്തിലാണ്. കഴിഞ്ഞ കുറച്ചൊക്കെ നാളുകളായിട്ടുള്ള UDF-ന്റെ ഷാഫി പറമ്പിൽ ഇവിടെ വികസനത്തിൽ വലിയ മുരടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുരടിപ്പിനെ മറികടക്കാൻ ഇടതുപക്ഷം വരണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പൊ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ഉണ്ടോ? ത്രികോണം തോന്നില്ല. UDF-ഉം BJP തമ്മിലുള്ള മത്സരം. UDF-ഉം BJP-യും തമ്മിൽ. LDF ഇന്ന് മുഖ്യമന്ത്രിയൊക്കെ വരുന്നുണ്ട്. മുഖ്യമന്ത്രി എപ്പോഴും വരാം. മുഖ്യമന്ത്രി ജയിക്കണമെങ്കിലേ പ്രധാനമന്ത്രി വരാൻ പറയാം. മുഖ്യമന്ത്രിക്ക് അവരുടെ പാർട്ടിക്കാരെ എതിർപ്പാണ്. അങ്ങനെയാണ്. സരിനോട് വലിയ താല്പര്യം ആകില്ലല്ലോ. എന്റെ സുഹൃത്ത് LF-ലെ സുഹൃത്ത് പറഞ്ഞു, എങ്ങനെയാ വോട്ട് ചെയ്യുക, ചിഹ്നമില്ല, കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥി, എങ്ങനെ വോട്ട് ചെയ്യാന്ന് അവർ ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഞാൻ പറയില്ല, ജനങ്ങൾ പറയട്ടെ. ഏത് ആളെ ജയിക്കാനായിട്ട് സാധ്യത? BJP-യും കോൺഗ്രസ് തമ്മിലുള്ള മത്സരം. വോട്ട് ജയിക്കുന്നത് പതിയാ എത്ര പറയാൻ പറ്റുള്ളൂ. ആരാ ഒരു വോട്ട് ജാസ്തി ആയാലും അവർ ജയിക്കുന്നത് നമ്മൾ പറയാൻ പറ്റില്ല. ആ സാധ്യതയില്ല. 2000 താഴെ ആര് ജയിച്ചാലും 2000 താഴെ. പോള് കുറയോ? ഷാഫി പറമ്പിൽ എഫക്ട് ഇപ്പോഴും തോന്നുന്നുണ്ടോ? ഷാഫി പറമ്പിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഷാഫി പറമ്പിൽ ഒരു വർഗീയ എഫക്ട് ആയിരുന്നു. അല്ലാണ്ട് ഷാഫി പറമ്പിൽ എഫക്ട് എന്നൊരു സംഭവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. 30 കൊല്ലത്തെ രാഷ്ട്രീയം വെച്ചാൽ പറയും, എനിക്ക് തോന്നിയിട്ടില്ല. ഷാഫിക്കൊരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നു, അത് രാഹുലില്ല. അത് രാഹുലില്ല. ഷാഫി മതപരമായ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു. പക്ഷെ അതിപ്പോഴും
കോൺഗ്രസിന്റെ കൂടെ തന്നെ നിൽക്കും അത് തോന്നുന്നു. പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്റെ അച്ഛൻ കോൺഗ്രസ്സുകാരാണ്, ഞാൻ BJP-കാരാണ്. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്റെ അച്ഛൻ കോൺഗ്രസ് വോട്ട് ചെയ്യില്ലല്ലോ, എന്റെ അച്ഛൻ എനിക്ക് വോട്ട് ചെയ്യുള്ളൂ. ആ ഒരു ഫീൽ വ്യത്യാസം. സന്ദീപ് വാര്യർ മാറിയത് ഏതെങ്കിലും തരത്തില് സന്ദീപ് വാര്യർ ഞങ്ങൾക്ക് അറിയില്ല. സന്ദീപ് വാര്യം മാറിയത് കൊണ്ട് വലിയ ദോഷമൊന്നും പാലക്കാട് സംഭവിക്കില്ല. എല്ലാ പാർട്ടിക്കാരും എല്ലാവരും മാറുന്നുണ്ട്. സരിൻ മാറി വന്നു. ഞങ്ങളുടെ BJP-കാരാണ്. ഞങ്ങൾക്ക് വ്യക്തി ഞങ്ങൾ നോക്കാറില്ല, ഞങ്ങൾ പ്രസ്ഥാനം വലുത്. അതായത് നാളെ നരേന്ദ്രമോദി മാറിപ്പോയാലും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ പഠിച്ചതറിയോ, ഞങ്ങള് ഹെഡ് ഗവർണറോ ഗോൾഡ് ബാക്കറോ അല്ല ഞങ്ങളുടെ നേതാക്കന്മാര്. ഞങ്ങൾ ഭഗവത് ദോഷമാണ്, ഞങ്ങൾ പതാകയും പ്രസ്ഥാനമാണ്. ഞങ്ങള് അതാണ് ഞങ്ങളിത് കണ്ടു വളർന്നത്, ശീലിച്ചത്. ഞങ്ങൾ ഞങ്ങൾ പാടില്ല, സംഘടന മാറില്ല. ഞങ്ങൾ പാർട്ടി താമര BJP താമര. ആര് വന്നാലും പോയാലും സന്ദീപ് ഞങ്ങൾ താമരത്തോടെയുള്ളൂ. എന്നും പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കും. സ്കൂളിൽ പോകുമ്പോൾ സാക്കി ആൾക്കാരാണ്. ഈ സന്ദീപ് വാര്യം മാറിയത് കൊണ്ട് കൃഷ്ണകുമാർ തോൽക്കുന്നില്ല. സന്ദീപ് വാര്യം മാറിയത് കൊണ്ട് കൃഷ്ണകുമാർ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. എന്താ വെച്ചാൽ സന്ദീപ് വാര്യം കൂടുന്ന ആൾക്കാരും സംഘപ്രസ്ഥാനത്തിന് ഇത്രയും കാലം നിന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് സന്ദീപ് വാര്യം മാറിയത്? സന്ദീപ് വാര്യം മാറാൻ പാടില്ല. സന്ദീപ് വാര്യം എന്തെങ്കിലും അസ്വസ്ഥമായ സ്വഭാവ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് എന്നിട്ട് അതിനോട് യോജിപ്പായി വന്നുകൊണ്ടിരിക്കണം. പക്ഷെ സന്ദീപ് വാര്യം അതിൽ ചെയ്ത് ഇതൊന്ന് കിട്ടി അവിടെ ഒന്ന് ഒരു സ്ഥാനം കിട്ടി പറഞ്ഞ് ചാടി, അത് ശരിയല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ സന്ദീപ് വാര്യം മാറിക്കൊണ്ട് വീണ്ടും BJP ഒന്നും കൂടി ശക്തി കൂടെ ജയിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങൾ അതിനുവേണ്ടി ജീവൻ പണയം വെച്ച് ഞങ്ങള് അമിത്ഷാ അല്ല നരേന്ദ്രമോദിജി മാറിയാലും സംഘടനയാണ്. സംഘം എന്ത് തീരുമാനിക്കുക അതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? ഞാൻ 101 എന്ന് പറയുന്ന വാക്കിന് അർത്ഥമില്ലെങ്കിൽ 101% കൃഷ്ണകുമാരൻ ജയിക്കുമെന്ന് ചോദിച്ചു. 10-30 നമ്മൾ ഇലക്ഷൻ വരുന്ന പിന്നെ നിരക്കുന്ന ആൾക്കാരാണ്. ആരും ഇല്ലാത്ത കാലം ശോചിച്ചവരല്ല, 10 ആളില്ലാത്ത കാലത്ത് നടന്ന ആൾക്കാരാണ്. നമുക്ക് ഇപ്പോഴൊക്കെ പക്കാണ് പ്രവർത്തകന. താഴേക്കാട് ഭയങ്കര പ്ലാന്റ് ആണ്, നല്ല വർക്ക് നടക്കുന്നത്. നമ്മളെ നവ്യ ഹരിദാസ് വരുന്നുണ്ട്. പാലക്കാട് ഞങ്ങൾ സാധാരണ പ്രവർത്തകരില്ലേ, സാധാരണ പ്രവർത്തകരും സംഘപ്രവർത്തകരും ശക്തമായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ ശക്തമായ വർക്കിന് വോട്ടായി മാറുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉറപ്പായിട്ടും 101% ഞാൻ പറഞ്ഞ 100% ഉണ്ടാവും. 100% ഉണ്ടാവും. BJP-ന്റെ വോട്ടുകളൊക്കെ ചെയ്യിപ്പിക്കാൻ നിങ്ങള് മുൻപന്തിയിലുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോ BJP-ക്കാർ വോട്ട് ചെയ്യാം. ഞങ്ങളുടെ വോട്ട് കുറയില്ലെന്ന് മാത്രമല്ല കൂടുള്ളൂ. 101% ജയിക്കും. സന്ദീപ് കോൺഗ്രസിന് ദോഷം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതും നമ്മൾ പറയാൻ പാടില്ല. തീരുമാനിക്കും. അവര് തീരുമാനിക്കട്ടെ. പാലക്കാട് അമിത്ഷാ പോയാലും BJP ഇടൂല. അതിനും വലിയ നേതാവെന്നല്ലോ സന്ദീപ് വാര്യര്. സന്ദീപ് വാര്യർ വന്നു, നമ്മളൊരു അംഗീകരിച്ചു, ഒരു നേതാവെന്ന് അംഗീകരിച്ചു. പക്ഷെ സന്ദീപ് വാര്യർ ചെയ്തത് ശരിയായില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. സന്ദീപ് വാര്യർ പോയതുകൊണ്ട് BJP-ക്ക് ഒരു കോട്ടം തട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പാലക്കാട് സാധാരണ അറിയില്ല. ചാനലിൽ കണ്ട പരിചയം. സന്ദീപ് വാര്യർ ആരെന്ന് ആരും പറയും. ഇവിടെ എങ്ങനെയാണ് ഈ ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ത്രികോണ മത്സരം നമ്മളിവിടെ പ്രതീക്ഷിക്കില്ല. എന്തായാലും മാങ്കൂട്ടും കൃഷ്ണകുമാരേട്ടനാണ് ടൈറ്റില്. ആരെയൊക്കെ ജയിക്കാൻ സാധ്യത? ജയിക്കാൻ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മുടെ ഷാഫി പറമ്പിന്റെ ഒക്കെ പിന്തുണ ഇതുവരെ ജയിച്ചു വന്ന അദ്ദേഹമാണ്. അത് അയാൾ പിന്നെ എന്താണ് പിന്തുണ അവകാശമായിട്ട് മാങ്കൂട്ടം നിൽക്കുന്നുണ്ട്. മാങ്കൂട്ടും രണ്ടും ടൈറ്റാണ്. ഷാഫി പറമ്പിൽ എഫക്ട് ഇപ്പോഴും ഉണ്ടോ പാലക്കാട്? ഉണ്ട്. ആരെ ജയിക്കാൻ സാധ്യത? നമ്മുടെ ഒരു ചിന്തയിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നല്ലൊരു കളി ഉണ്ട് ഇപ്പോ. പക്ഷെ ജയം എന്തായാലും കൃഷ്ണകുമാർ ഉണ്ടാവും. അതാണ് പ്രതീക്ഷ. പ്രവർത്തനങ്ങളൊക്കെ നല്ല 3 പേര് നല്ല പോലെ നടക്കും. നല്ല രീതിയിൽ പ്രവർത്തനം നടക്കും. സന്ദീപ് വാര്യർ പാർട്ടി മാറിയത് അതാണ്. അതിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്. നാണം അത് ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹം ചെയ്തത് ശരിയല്ല. ഇന്നലെ വരെ രണ്ടാളും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്ന് തക്കുന്ന ഒരു ദിവസം സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് മാറിയായിരിക്കും. പാർട്ടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? പാർട്ടിയൊന്നും ബാധിക്കാനില്ല. പിന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. അവര് മനസ്സിലാക്കുമല്ലോ. നിങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞാൻ കുറച്ച് ഞാൻ പൊട്ടണമെന്നല്ലോ മനസ്സിലാക്കുമല്ലോ. അതിന്റെ മാറ്റം കാണും.
എന്തായാലും സംഗതി ഒരു ടൈറ്റ് മത്സരമുണ്ട് കാണാൻ നമുക്ക്. ആരെ ജയിക്കാൻ സാധ്യത? എന്റെ കണക്കോട്ടുള്ള കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാർ ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ശക്തമായിട്ടുള്ള മത്സരം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെയൊന്നുമില്ല. എന്തായാലും മറ്റേ ഇപ്പോൾ സർക്കാർ വന്ന സ്ഥിതിക്ക് നമുക്ക് മോശമായിട്ടാണ് നടക്കുന്നത്. ജയിക്കാനായിരുന്നു സാധ്യത. സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കുന്ന പറയാൻ പറ്റില്ല. സാധ്യത ഉണ്ടാവുമല്ലോ. ഒരു സാധ്യത നമുക്ക് ഒരു ബസ് സ്റ്റോപ്പേ ഇല്ലാതെ 2 വഴിയായിട്ട് ഒരു ബസ് സ്റ്റോപ്പേ ഇല്ലാണ്ടിരിക്കുന്നു ഇവിടെ കല്ലേക്കാട്. മറ്റു കല്ലേക്കാട് ക്യാമ്പിന് ഇവിടെ കനറ ബാങ്കിന്റെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പേ ഇല്ല. 2 മെമ്പർമാർ 2 ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല. പെണ്ണുങ്ങൾ ഒന്നും ചെയ്തു രണ്ടുപേരിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടുപേര് ഭരിക്കുന്നുണ്ട് ഇവിടെ, ഒന്നും ചെയ്തു തന്നിട്ടില്ല. വോട്ട് ചെയ്യാൻ ഒരു താല്പര്യക്കുറവുണ്ടോ? ഇനിയിപ്പോ വോട്ടിന് പോകാൻ പറ്റില്ല, അവിടെ ഇരിക്കുകയാണ്. ചെയ്യുന്നില്ല. ബസ് സ്റ്റോപ്പ് മെയിനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം. അതേ ഉള്ളൂ. നടക്കുന്നില്ല. ഇവരിപ്പോ കൊറേ ഭരിച്ചല്ലോ. ഇപ്പൊ 5 കൊല്ലമായിട്ട് ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 കൊല്ലം 2 കൊല്ലമായിട്ട് ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒന്നും വയസ്സിനൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നാലും ഇവര് പറയുന്നത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ 2 ബസ് സ്റ്റോപ്പും കാണുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ. മെയിൻ ബസ് സ്റ്റോപ്പാണ് ഇവിടെ. ചെയ്തു തന്നിട്ടില്ല. ചാമക്കാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ പെണ്ണുങ്ങൾ വണ്ടി കൊണ്ട് അതിഥികൾ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറയണ്ട. പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നു? ആർക്കായിരിക്കും? നമ്മൾ തോന്നുന്നത് നമ്മുടെ കല്ലേക്കാട് പാളയ റോഡ് ഒന്ന് ആര് വന്നിട്ടും ഇന്ന് വരെയ്ക്ക് റോഡ് വൃത്തിയായില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരാൾക്ക് ഒരു നെഞ്ഞ് വേദന വന്നു അല്ലെ ഒരു പനി വന്നു, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചിലപ്പോൾ ആളും ആ സിറ്റുവേഷനിലാണ് റോഡ് കിടക്കുന്ന രീതി. ആ വഴിക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് അവിടുത്തെ പ്രജകളെ കറക്റ്റായി പറഞ്ഞു തരും. വോട്ട് മനമെടുപ്പൊന്നുമില്ല. നമ്മൾ ആ സാധാരണ കൊടുക്കുന്ന ആൾക്ക് അത് കൂടെ തന്നെ ആകണം. അത് നമുക്ക് ഇന്ത്യൻ പൗരന് ഒരു വോട്ട് തന്നു പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അത് നമുക്ക് ആർക്കാ കൊടുക്കുന്നത് അവർ കൊടുത്തു തന്നെ ആകണം. അത് എന്റെ വർത്തമാനം അത്ര വികസനം കിട്ടുന്നില്ല. ഇത്ര വരക്കും കല്ലേക്കാട് പാളയം റോഡ് ചാമക്കാട് മുതല് കുണ്ടുമുഴിയല്ലാണ്ട് ഒരു ആര് നല്ല ചെയ്യണോ അവര് കൊടുക്കും. ഇപ്പൊ ഇവിടെ എന്താ അവസ്ഥ? ഇപ്പൊ മോശം. വികസനമില്ല. അത്ര തന്നെ തരുന്നില്ല. അത് ആര് വന്നാലും ചെയ്യണം. വെള്ളമേ ഇല്ല, കുടിവെള്ളവും ഇല്ല. ആരാണ് ടാപ്പി പറമ്പിന്റെ റോഡാണ്, ഇവരാണ് കാൽക്കി ഭാഷ. ഒന്നുമില്ല, ഇത്ര നിറവേറ്റുമില്ല, ഞങ്ങൾക്കും ഉണ്ടാവില്ല. വഴിയേ രൂപമില്ല. പിന്നെന്ത് ആർക്കും ഒരാൾക്ക് ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇങ്ങോട്ടൊരു വികസനം എത്തുന്നില്ല. ഒന്നുമില്ല. നമുക്ക് കാര്യമില്ല. നമ്മളെ പ്രതീക്ഷിക്കുന്നത് മൂന്നാം മുന്നണിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൂന്നാം മുന്നണി ഇത് റൈറ്റിന് ലെഫ്റ്റ് തന്നെയാണ് ഇതുവരെ. ഒരു മൂന്നാം മുന്നണിക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത് കൊടുക്കാൻ ജനങ്ങൾ താല്പര്യം കൊടുക്കട്ടെ. ജയിക്കുന്നു തോന്നുന്നുണ്ടോ? ശക്തമായിട്ടുള്ള പ്രചരണമൊക്കെ ഉണ്ടോ അവിടെ? ഒക്കെ ഉണ്ട്. പക്ഷെ ആര് വരും ആര് വരില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇതാണ് മൂന്നാം മുന്നണിക്കാണ് ഒരു പ്രതീക്ഷ. ചേട്ടാ അവരല്ലേ എത്ര കാലം ഭരിച്ചത്? ലെഫ്റ്റ് അമർത്ത്. ഇനി ഒരു പുതിയ പാർട്ടി അങ്ങനെയെങ്കിലും വികസനം കിട്ടുമെന്ന് നോക്കാലോ. അവർ വരട്ടെന്ന് നമ്മുടെ ആഗ്രഹം. പറയാൻ പറ്റില്ല. ശക്തമായിട്ടുള്ള മത്സരം മത്സരിക്കുന്ന 3 പാർട്ടി ശക്തമായിട്ടുള്ള മത്സരം, ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം വരും നല്ല ഭൂരിപക്ഷത്തോടു കൂടി. ബിജെപിയും LDF ഒന്നും സ്ട്രോങ് അല്ല. ബിജെപിയും കോൺഗ്രസുമാരാണ് വോട്ടിംഗ്. മത്സരം LDF ചിത്രത്തിലില്ല. LDF ചിത്രത്തിലില്ല. നമ്മൾ അവരായിട്ട് ഫൈറ്റ് ഇല്ല. ഞങ്ങൾ BJP ആയിട്ട് ഫൈറ്റ്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കാം? 20% പ്രതീക്ഷിക്കും. 20. അല്ല, പോളിംഗ് കുറയാൻ സാധ്യത ഉണ്ടോ? പൊതുവെ ബൈ ഇലക്ഷൻ ആകുമ്പോ നോക്കാനേ ഇല്ല. കൂടുതലോ? രാഹുൽ തന്നെ ജയിക്കും. പിന്നെ സന്ദീപ് വാര്യർ ഇപ്പൊ പാർട്ടി മാറിയല്ലോ, അത് എങ്ങനെ കാണുന്നത്? ഇതെന്ത് കാണാൻ? ജയിക്കാൻ കോൺഗ്രസിന് എന്തെങ്കിലും ഉപകാരം ചെയ്യോ? നമ്മൾ വന്ന ഇവിടെ എല്ലാ ഭൂരിപക്ഷത്തോടെ എല്ലാ കാര്യങ്ങളും നടത്തും. അത് യാതൊരു മാറ്റം. ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? 2 കൂട്ടർ നല്ല ശക്തമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. 2 കൂട്ടരോ? അപ്പോ ആരൊക്കെയാണത്?
അതിപ്പോ BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP കോൺഗ്രസ് ഇടതുപക്ഷം അത്ര ശക്തമല്ല, ഇടതുപക്ഷവും ഉണ്ട്. ഉണ്ട്, ഇപ്പോഴത്തെ ശക്തമാണ്. ജില്ലയിൽ ഇപ്പൊ അങ്ങനെയാണ് കാണുന്നത്. അത് വിജയ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഇനിയിപ്പോ നമ്മളെ സന്ദീപ് വാര്യർ ഇപ്പൊ നല്ല പാർട്ടി മാറിയല്ലോ, അത് ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? ഇവിടെ പൊതുവെ സംസാരം UDF കാര്യം പറയുന്നത്. പൊതുവെ UDF നമ്മളിപ്പോ പൊതുവെയുള്ള ഈ പ്രചരണവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മൂന്ന് കൂട്ടരും അടിപൊളിയാ ഇല്ലേ? ശക്തമായിട്ട് എല്ലാവരും പണിയെടുക്കും. ശക്തമായിട്ടുള്ള മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ? മൂന്ന് ത്രികോണ മത്സരമായാണ്. ത്രികോണ മത്സരം ആർക്കാ സാധ്യത? LDF തന്നെ. സരിന് എത്ര ഭൂരിപക്ഷം എത്ര ഉണ്ടാവും? ഒരു ദിവസം പറയാൻ പറ്റില്ല. പറ്റില്ല അല്ലേ? ഈ ഷാഫി പറമ്പിലിന്റെ എഫക്ട് ഇപ്പോഴും ഇവിടെ മണ്ഡലത്തിലുണ്ടോ? അയ്യ, ഷാഫി പറമ്പ് കലമ്പത്ത് ബസ് കയറിയില്ല, വളരെ പോയില്ല. പരാജയം തന്നെ UDF. അപ്പൊ ഈ എഫക്ട് ചെയ്യൂല. പക്ഷെ പ്രചരണത്തിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കണ്ടല്ലോ. അത് ജയിക്കാൻ വേണ്ടി പലരും നിൽക്കുമല്ലോ, അത്ര കാണുന്നുള്ളൂ. ഇപ്പൊ സന്ദീപ് വാര്യർ പാർട്ടി മാറിയില്ലേ? അത് BJP അടിമാറും, അടി കിട്ടും അല്ലേ? കോൺഗ്രസിന് ഗുണം ചെയ്യും? കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, LDF LDF ന് ഗുണം ചെയ്യും.